ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം. എന്നാലും നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പറും സ്ഥലവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് മുയലുകളാണ്. കോട്ടയമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 മാസമായതുണ്ട്, 3.5 മാസമായതുണ്ട്. ജോഡിക്ക് 500 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നെയ്യൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ജോഡിക്ക് 500 രൂപയാണ് വരുന്നത്. നല്ല അടിപൊളി ബ്രീഡ് മുയലുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരുവിധ ചാർജുകളും ഈടാക്കുന്നതല്ല. സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് നിന്ന് പ്രാവും വന്നിട്ടുണ്ട്, കോക്ടെയിലും വന്നിട്ടുണ്ട്. 2 മാസമായിട്ടുള്ള ലൂട്ടിനോടെ ഒരു ടേമിഡ് ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2 മാസം പ്രായമായത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ പാലക്കാട് നിന്ന് തന്നെ സെയിം ലൊക്കേഷൻ തന്നെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹംഗേറിയൻ ജയൻറ്റ് ഹൗസിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. വൈറ്റ് വന്നിരിക്കുന്നത് ഫീമെയിലാണ്. അതിനൊരു ലെഗിന് പ്രോബ്ലം ഉണ്ട്, ബ്രീഡിങ് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഹംഗേറിയൻ ജയൻറ്റ് ഹൗസ് 3000 രൂപ. അതേപോലെ തന്നെ ഒരു പ്രാവ് പറവയാണ് ഇത് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനാണ്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറവേനെ ആരെങ്കിലും നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാവുന്നതാണ്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ പ്രാവിനെ ഫ്രീ ആയിട്ട് വളർത്താൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ ഡിസ്റ്റൻസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണ് എല്ലാ ഡീറ്റെയിലും പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് സീരിയൽ നമ്പറോ അല്ലെങ്കിൽ ബ്രീഡേഴ്സിനൊക്കെ തെറ്റി വിളിക്കും. ഒരുപാട് വിളികളൊക്കെ തെറ്റി പോകുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൾട്ട് ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ജർമ്മൻ ഷിപ്പേഡിൻ്റെ അഡൾട്ട് ഫീമെയിലിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. 5000 രൂപയാണ് ഈ ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിലിനായിട്ട് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് കേസ് ആണ് വന്നിരിക്കുന്നത്. 4 പപ്പീസാണ് കൊടുക്കാനുള്ളത്. 3 ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോയും വീഡിയോയും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പേരൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫാദർ വന്നിരിക്കുന്നത് ചാമ്പ്യനാണ് വന്നിരിക്കുന്നത്. ചാമ്പ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചാമ്പ്യൻ ലൈനേജ് വരുന്ന പപ്പീസാണ് വന്നിട്ടുള്ളത്. വാക്സിനേഷനൊക്കെ കംപ്ലീറ്റഡ് ആണ്. വിത്തൗട്ട് കേസ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 10000 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 4 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വാക്സിനേഷനൊക്കെ എടുത്താണ്. 46 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റോട്ടിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 4 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് കുറവുണ്ട്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഗാർഡിങ് പർപ്പസിനായാലും നല്ല പെറ്റായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ഒരു ബ്രീഡാണ് നമ്മുടെ റോഡ് വീലർ. വാച്ചിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ബ്രീഡാണ് റോഡ് വീലേഴ്സ്. അപ്പോൾ അതിൻ്റെ പപ്പീസാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ റോഡ് വീലറിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പീസാണ്. അടുത്തായിട്ട് നമുക്ക് ഫ്ലൈൻ ഡക്ക് ഒക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലൈൻ ഡക്ക് കുറച്ചധികം ചിക്സുകൾ അതിന് കൊടുക്കാനുണ്ട്. ഈ പ്രായത്തിലുള്ള ചിക്സിന് വരുന്നത് പീസ് റേറ്റ് 200 രൂപയാണ്. ഫ്ലൈൻ ഡക്കിൻ്റെ ചിക്സിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് പീസ് റേറ്റ് 200 രൂപ. ഒരുപാട് ചിക്കുകൾ കൊടുക്കാനുണ്ട് ഫ്ലൈൻ ഡക്കിൻ്റെ, പല വലിപ്പത്തിലുള്ളത്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടർക്കിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. അഡൾട്ട് മെയിൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്.
ഇതെല്ലാതും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ടർക്കി കോഴി. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫ്ലൈയിങ് ഡക്കിൻ്റെ കുറച്ചുകൂടിയും പ്രായമായിട്ടുള്ള ചിക്കുകളാണ് വന്നിരിക്കുന്നത്. ഇതിന് പീസ് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഈ ഫ്ലൈയിങ് ഡക്കിൻ്റെ ചിക്സിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് പീസ് റേറ്റ് 250 രൂപ. ഒരുപാട് കൊടുക്കാനായിട്ട് കേട്ടോ. ഫ്ലൈയിങ് ഡക്കുകളും ടർക്കിയും ഇവിടെ ഒരുപാട് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈയിങ് ഡക്ക് അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. ഈ സ്റ്റഡ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് 8000 രൂപയാണ് ജർമ്മൻ ഷിപ്പേഡിൻ്റെ സ്റ്റഡ് മെയിലിനായിട്ട് ചോദിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പ്രാവിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 9 മണിക്കൂർ പറന്ന പറവയാണ് വന്നിരിക്കുന്നത്. ഫീമെയിലാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. വയനാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പറവയുടെ ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. കോഴിക്കോട് എയർപോർട്ടിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 9 മാസം പ്രായമായിട്ടുള്ള 2 കാറ്റുകളാണ് വന്നിരിക്കുന്നത്. മെയിലും ഫീമെയിലാണ്. ഇത് 2 കൂടി ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2 കൂടി 4000 രൂപ. അപ്പോൾ 9 മാസം പ്രായമായിട്ടുള്ള മെയിലും ഫീമെയിൽ കാറ്റിനും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നാണ്. കോഴിക്കോട് എയർപോർട്ടിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 2000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളവർ. അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഫാദറാണ് വന്നിരിക്കുന്നത്. മദറിൻ്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നുണ്ട്. ഫാദർ ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. 14000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ലോങ് കോട്ട് ആണ് ഫാദർ വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി മെയിൽ പപ്പീനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 14000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസ്. ഒരു ഫീമെയിൽ പപ്പിയും 3 മെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. 3 മെയിൽ പപ്പിയും ഒരു ഫീമെയിലും. പീസ് റേറ്റ് 3000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പാരൻസിൻ്റെ ഫോട്ടോസും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പോൾ 3 മെയിൽ പപ്പിയും ഒരു ഫീമെയിലാണ് കൊടുക്കാനുള്ളത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 3000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് മലപ്പുറത്തു നിന്നാണ് പറവ ക്രോസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പ്രാവുകളുടെ റേറ്റ് പറവയുടെ പറവ ക്രോസുകൾ മലപ്പുറമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പ്രാവുകൾ മറ്റ് പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല റേറ്റ് കുറവിനും ഓഫറിലൊക്കെ പെറ്റ്സുകളൊക്കെ സെയിലിന് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് കോഴിക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. റോഡ് വീലറിൻ്റെ ഒരു സ്റ്റഡ് പപ്പിയാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 12000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. സ്റ്റഡ് എടുത്ത ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റോഡ് വീലറിൻ്റെ ഒരു പപ്പിയും അതേപോലെ ഫ്ലൈയിങ് ഡക്കുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. അപ്പോൾ നല്ല അടിപൊളി റോഡ് വീലറിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. സ്റ്റഡ് പപ്പിയാണ്. അപ്പോൾ സ്റ്റഡ് പപ്പി എടുക്കുമ്പോൾ ഏറ്റവും നല്ല പപ്പീനെ വെക്കുകയാണ് നമ്മൾ സ്റ്റഡ് പപ്പിയായിട്ട് എടുക്കുക. അപ്പോൾ ഒരു ഫീമെയിൽ പപ്പി 12000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതേപോലെ തന്നെ അവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് ഫ്ലൈയിങ് ഡക്കുകൾ. മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഫ്ലൈയിങ് ഡക്കുകളാണ് വന്നിരിക്കുന്നത്. പെയറിന് 1200 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. കോഴിക്കോട് തന്നെയാണ് സെയിം ലൊക്കേഷൻ. റോഡ് വീലറും ഫ്ലൈയിങ് ഡക്കും സെയിം ലൊക്കേഷൻ തന്നെയാണ്. സെയിം ബ്രീഡർ തന്നെയാണ്.
അപ്പോൾ ഇതേപോലെ നല്ല നല്ല സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും മറ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നാണ്. അവർക്ക് ഒരുപാട് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ യാതൊരുവിധ ചാർജുകളും വാങ്ങുന്നില്ല സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.